സാഹചര്യത്തിൽ ആണ് ഈ ചർച്ചയ്ക്കിടയായ വിഷയം ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളത്തിന് അനിവാര്യമല്ല, സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും മറ്റുമൊക്കെ ആയിട്ടാണ്. നമ്മളിവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ പശ്ചാത്തല വികസനമൊക്കെ നന്നായി നടത്തി. കിഫ്ബി ഫണ്ട് മുഖാന്തരം ഹൈടെക്കായി സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് മുറികളായി എല്ലായിടത്തും. പക്ഷെ നമ്മൾ നേരിട്ട പ്രശ്നം PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് മറ്റു ഫണ്ടുകൾ, SSA ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ, അങ്ങനെ 10,000-2,000 കോടി രൂപ നമുക്ക് കിട്ടുന്നില്ല. അത് അന്യായമാണ്. അപ്പൊ ആ ഫണ്ട് നേടിയെടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ പാഠപുസ്തകം ഇറക്കുന്നതും സിലബസും കാര്യങ്ങളും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലുള്ളതാണ്. ആ പദ്ധതി അർത്ഥത്തിൽ നടപ്പാക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ഇതെല്ലാം നിൽക്കുമ്പോൾ PM ശ്രീ എന്ന് മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ ഓടിപ്പോയി ഒപ്പിട്ട് ആ ഫണ്ടെല്ലാം വാങ്ങിയവരാണ് കോൺഗ്രസ് സർക്കാരുകൾ. ചെറുത്തു നിന്നത്, പ്രതിരോധിച്ചത്, ഇപ്പോഴും ചെറുത്തു നിൽക്കുന്നത് കേരളം മാത്രമാണ്.